പാർട്സ് ഓഫ് ദ ഡേ, ദിവസത്തിന്റെ വിവിധ ഭാഗങ്ങൾ. ഇത് പ്രഭാതത്തിലെ സൂര്യോദയം. ഇതാണ് ഒരു ദിവസം തുടങ്ങുന്ന സൂര്യോദയ സമയത്തെ ആദ്യ പ്രകാശകിരണം. ഇത് രാവിലെ മധ്യാഹ്നത്തിന് മുൻപായുള്ള ദിവസത്തിന്റെ ഭാഗമാണിത്. ഇത് ഉച്ചയോടടുത്ത സമയം. പ്രഭാതത്തിനും മധ്യാഹ്നത്തിനും ഇടയിലുള്ള സമയമാണിത്. ഇതാണ് മധ്യാഹ്നം. ദിവസത്തിന്റെ പകുതിയിൽ കൃത്യം 12 മണിയാണ് മധ്യാഹ്നം. ഇത് സായാഹ്നം. മധ്യാഹ്നത്തിനും സന്ധ്യയ്ക്കും ഇടയിലുള്ള സമയമാണിത്. സൂര്യാസ്തമനം അഥവാ സന്ധ്യാസമയം. രാത്രിക്കും വൈകുന്നേരത്തിനും ഇടയിലുള്ള സമയമാണിത്. സൂര്യൻ കാഴ്ചയിൽ നിന്നും മറയുന്ന സമയം. ത്രിസന്ധ്യ. ഇതാണ് അരണ്ട വെളിച്ചത്തോടുകൂടിയ സായാഹ്നം. രാത്രി സൂര്യാസ്തമനത്തിനും സൂര്യോദയത്തിനും ഇടയിലുള്ള ഇരുണ്ട സമയമാണിത്. സമയം, ടൈം. ഇനി നമുക്ക് ഒരു വർഷത്തിലുള്ള മാസങ്ങളും ആഴ്ച ദിവസങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു വർഷത്തിൽ 12 മാസങ്ങളാണുള്ളത്. അവ യഥാക്രമം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നിവയാണ്. ഒരു വർഷത്തിൽ 365 ദിവസങ്ങളാണുള്ളത്. ഇതിൽ ഒരു വർഷം അതിവർഷം അഥവാ ലീപ്പ് ഇയർ എന്നാണ് അറിയപ്പെടുന്നത്. 4 വർഷത്തിലൊരിക്കലാണ് അതിവർഷം അഥവാ ലീപ്പ് ഇയർ വരുന്നത്. അതിവർഷത്തിൽ 366 ദിവസങ്ങൾ ഉണ്ടാവും. ജനുവരി, മാർച്ച്, മെയ്, ജൂലൈ, ആഗസ്റ്റ്, ഒക്ടോബർ, ഡിസംബർ എന്നിവയാണ്. എന്നീ മാസങ്ങളിൽ 31 ദിവസങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ, നവംബർ എന്നീ മാസങ്ങളിൽ 30 ദിവസങ്ങളേ ഉള്ളൂ. 28 ദിവസങ്ങളുള്ള ഒരേ ഒരു മാസം ഫെബ്രുവരി മാത്രമാണ്. എന്നിരുന്നാലും ഓരോ അതിവർഷത്തിലും ഫെബ്രുവരിയിൽ 29 ദിവസങ്ങൾ ഉണ്ടായിരിക്കും. 4 ആഴ്ചകളാണ് ഒരു മാസം. 7 ദിവസങ്ങൾ ചേർന്നതാണ് ഒരാഴ്ച. അവ യഥാക്രമം സൺഡേ ഞായർ, മൺഡേ തിങ്കൾ, ട്യൂസ്ഡേ ചൊവ്വ, വെനസ്ഡേ ബുധൻ, തേഴ്സ്ഡേ വ്യാഴം, ഫ്രൈഡേ വെള്ളി, സാറ്റർഡേ ശനി. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളുമെല്ലാം കാലണ്ടറിൽ കാണാം. ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറുകളാണ്. ഒരു ദിവസത്തെ 4 ഭാഗങ്ങളായി പിരിക്കാം: പ്രഭാതം, മധ്യാഹ്നം, സായാഹ്നം, രാത്രി. സമയം. ഇനി നമുക്ക് മണിക്കൂറുകളെക്കുറിച്ചും മിനിറ്റുകളെക്കുറിച്ചും പഠിക്കാം. ഒരു ദിവസത്തിൽ 24 മണിക്കൂറുകളുണ്ട്. ഒരു മണിക്കൂറിൽ 60 നിമിഷങ്ങളുണ്ട്. ഒരു നിമിഷം എന്നത് 60 സെക്കൻഡുകളാണ്. ഒരു മണിക്കൂറിൽ 3600 സെക്കൻഡുകളാണ് ഉള്ളത്. ഘടികാരം അഥവാ ക്ലോക്കിന്റെ സഹായത്തോടെ നമുക്ക് സമയം